അപ്പോഴേ ഇന്നിപ്പോ ഞാൻ അബ്രാറിലാണ് എത്തി നിൽക്കുന്നത് കേട്ടോ. അബ്രാർ എന്ന് വെച്ചാൽ അതെ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂള് തന്നെ. ഇതെല്ലാം എൻ്റെ കൊളീഗ്സ് ആണ് കേട്ടോ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സാണ്. ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ്. ഇന്നിവിടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ആയിക്കോട്ടെ, എന്നാൽ ഇന്നത്തെ വിശേഷം ഇവിടുന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ബർത്ത്ഡേ ആരുടെ എന്ന് വെച്ചാൽ എൻ്റെ പുറകെ നിൽക്കുന്നില്ലേ, ഇയാളുടെയാണ് കേട്ടോ. നീമ മിസ്സാണ്, എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആയിട്ട് വരും, അതായത് ഏട്ടത്തി അമ്മയായിട്ട് വരും. ആളിതാ പിന്നെ എന്താ പറയുക, അമ്പലപ്പായസമൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. 2 വക അമ്പലപ്പായസമൊക്കെ ആയിട്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും അത് മതി വരുവോളം അങ്ങോട്ട് കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് അതാ കയ്യിലേക്ക് വന്ന് വീഴുന്നു ഒരു അവലോസ് ഉണ്ടയും, മാത്രമല്ല അതിൻ്റെ പുറകെ അതാ ചക്ക വറുത്തത് കേട്ടോ. ഇത് നീമ മിസ് കൊണ്ടുവന്നതല്ല, ഇത് നമ്മുടെ ലിൻസി മിസ് കൊണ്ടുവന്നതാണ്. ലിൻസി മിസ് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആൾ തിരിച്ച് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതാ പായസം എന്തായാലും ഞാൻ വേഗം ആദ്യം അതെടുത്ത് കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. മധുരം, പായസം, ഇതൊക്കെ എന്താന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല, അത്രയ്ക്കും ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പായസവും മധുരവും എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം അങ്ങോട്ട് അടിച്ച് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. പായസം കുടിക്കൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അതിലും വലിയ മധുരം എന്താ എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ നീമ മിസ്സിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർ ആബിദ് സാറ് ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നാണ് കേട്ടോ ആ കേക്ക്. അപ്പോൾ അത് ആ കേക്ക് മുറിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും അവിടെ അക്ഷമരായിട്ട് അവിടെ അങ്ങനെ എന്താണ് അണിനിരന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ്? ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിനെ കളൊക്കെ അപ്പുറം ഓരോ പീസ് കേക്ക് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ആബിദ് സാർ കേട്ടോ, അഡ്മിനിസ്ട്രേറ്റർ. പിന്നെ ഉവൈസ് സാർ ഇപ്പോൾ കോങ്ങാട് വേറൊരു സ്കൂൾ എടുത്തിട്ടുണ്ട്, ആൾ അവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇടയ്ക്ക് ഇതുപോലുള്ള സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ആൾ ഇവിടെ എത്തും കേട്ടോ. അപ്പോൾ നിതിനേട്ടനും അവിടെ എത്തിയിട്ടുണ്ട്. നിതിനേട്ടൻ നീമ മിസ്സിൻ്റെ ഹസ്ബൻഡാണ്, അതായത് എൻ്റെ ജ്യേഷ്ഠനായിട്ട് വരും. അതുകൊണ്ടാണല്ലോ നീമ മിസ് ജ്യേഷ്ഠത്തി അമ്മയായത്. അപ്പോൾ ഇനിയിപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ കേക്ക് ഞങ്ങൾക്ക് വീതിച്ച് തരുന്നുണ്ട്. ഞങ്ങൾ ഓരോരുത്തരായിട്ട് കിട്ടുന്ന ഇതിൽ നിന്നും ഒരു പങ്ക് നീമ മിസ് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ആൾക്ക് തിരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ അടിച്ച് പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്യാണ്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയി കേക്ക് പീസ് വാങ്ങിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, നീമ മിസ്സിന് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാനാണെങ്കിലോ കേക്കാണേ, ഒന്ന് കേൾക്കണേ വിശേഷം. കേക്കാണ് അവിടെ ഇരിക്കുന്നത്. പീസായിട്ട് ഇങ്ങനെ പോകും തോറും എൻ്റെ ഹാർട്ടിൻ്റെ പീസ് അവിടെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവസാനം എനിക്ക് കിട്ടില്ലേ എന്നുള്ളൊരു ഭയം എനിക്കില്ലാതില്ല. പക്ഷെ അവരാരും അത് അറിഞ്ഞിട്ടില്ല. വളരെ ചിരിച്ച് പ്രസന്നമായ മുഖത്തോടു കൂടിയാണ് ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പീസ് ഇങ്ങനെ വല്ലാതെ പോകുന്നത് കണ്ടപ്പോൾ അത്ര പ്രസന്നത അങ്ങോട്ട് മുഖം വാടി തുടങ്ങി കേട്ടോ. ഞാൻ വേഗം അവിടെ എത്തി, കാരണം അഥവാ കിട്ടിയില്ലെങ്കിലോ. അങ്ങനെ ഞാനും കേക്ക് വാങ്ങിക്കുകയും ചെയ്തു, ആൾക്കൊരു പീസ് കൊടുക്കുകയും ചെയ്തു കേട്ടോ. ഇതിനിടയ്ക്ക് ഒരു സംഭവം ഞാൻ ഇപ്പോഴാണ് കണ്ടത് കേട്ടോ. ലിൻസി ടീച്ചർ അതിനിടയ്ക്ക് രണ്ടാമത്തെ ഒരു കഷ്ണം എടുത്തില്ലേ എന്നൊരു സംശയം എനിക്കിപ്പോൾ ഇല്ലാതില്ല. അങ്ങനെ നമ്മുടെ ആബിദ് സാർക്കും കേക്ക് കൊടുത്തു. ഇനിയിപ്പോൾ ഇവരൊക്കെ ഓരോരുത്തരായിട്ട് പോകുന്ന എവിടേക്കാന്ന് വെച്ചാൽ ഇവർക്ക് ഇന്നൊരു ഹൗസ് വാമിങ് എന്താ പറയുക ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് അവർ നേരത്തെ ഒന്ന് പോകുന്നത് കേട്ടോ, അവിടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ ബാക്കിയുള്ളവർ ഇത്രയും പേരാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ആ ഒരു കുഞ്ഞ് പിറന്നാൾ സദ്യയും കൂടെ ഉണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പതിവ് പോലെ ഞാൻ ഇന്നും ഫുഡ് കൊണ്ടുപോയിട്ടില്ല, പക്ഷേ കുഴപ്പമില്ല, അവിടെ നിന്ന് ഷെയർ ചെയ്ത് കഴിക്കാമല്ലോ. അപ്പോൾ ഞാൻ ഒരു കുറച്ച് പേരിന് മാത്രം കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. കൂട്ടത്തിലിരുന്ന് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറെടുത്തു. അതുപോലെ തന്നെ നമ്മുടെ നീമ മിസ് അവിയലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പായസം മാത്രമല്ല അവിയലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇപ്പം ഞാൻ കാണിച്ചു തന്നത് വേറെ ഒന്നുമില്ല, ഞങ്ങളുടെ സ്കൂളിൽ കാര്യമായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഭാഗമാണ് കേട്ടോ. മെയിൻ ബിൽഡിംഗ് ആ ഭാഗത്താണ്. ഇപ്പോൾ KG സെക്ഷൻ്റെ ഭാഗത്താണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അഡ്മിഷൻ കൂടി വരുന്നതിനനുസരിച്ച് ബിൽഡിംഗ് വേണമല്ലോ. അങ്ങനെ അജിത ടീച്ചർ സ്കൂട്ടിയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സ്കൂട്ടിയിൽ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഇനി എന്തായാലും മറ്റൊരു വിശേഷമായിട്ട് കാണുന്നവരേക്കും എല്ലാവരും ഉഷാറല്ലേ? നാളെ കാണാം കേട്ടോ.